Calicut University BA Economics first semester Microeconomics 1 അതിൽ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് നോക്കുന്നത്. ഇതിൽ യൂട്ടിലിറ്റി അനാലിസിസ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഒരു കൺസ്യൂമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നാണ് ഇതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിന് ഇവിടെ 3 രീതിയിലുള്ള അപ്രോച്ചാണ് കൊടുത്തിട്ടുള്ളത്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഓഫ് ആൽഫ്രഡ് മാർഷൽ, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഓഫ് ഹിഗ്സ് ആൻഡ് ആലൻ, റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് പോൾ സാമുവൽസൺ. ഇനി കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് എന്നും കൂടി അതിനെ പറയാറുണ്ട്. അതിന്റെ മെയിൻ പ്രൊപ്പോണൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂട്ടിലിറ്റി എന്താണ് എന്നതിലേക്കാണ് പോകുന്നത്. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈങ് പവറാണ്. അതായത് എത്ര സാറ്റിസ്ഫാക്ഷൻ ആണ് ആ കൺസ്യൂമറിന് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് യൂട്ടിലിറ്റി നോക്കുന്നത്. യൂട്ടിലിറ്റിയുടെ മെയിൻ ആയിട്ട് അതിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്ടിൽ എന്നാണ് അതിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയാറുള്ളത്. ഇനി യൂട്ടിലിറ്റി ഫംഗ്ഷൻ നോക്കാം. എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് എ ഫോർമുല ഷോയിങ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂംസ്. ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനെയാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യു ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് Q1 Q2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിന്റെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ഫോർമുല ഷോയിങ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂംസ്. അത്രേ ഉള്ളൂ. കാർഡിനൽ യൂട്ടിലിറ്റി വേഴ്സസ് ഓർഡിനൽ യൂട്ടിലിറ്റി, ഇത് രണ്ടും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. Utility described through numbers is called cardinal utility. Numbers 1, 2, 3 and so on are cardinal numbers. ഇതുപോലെയുള്ള 1, 2, 3 പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഓരോ നമ്പേഴ്സിലൂടെ നമുക്ക് യൂട്ടിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാം. ആ രീതിക്കാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആൽഫ്രഡ് മാർഷലാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള പ്രൊപ്പോണന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി യൂട്ടിലിറ്റി ഡിസ്ക്രൈബ്ഡ് വിത്തൗട്ട് നമ്പേഴ്സ് ഈസ് കോൾഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. The consumer is ranking or ordering his preferences like first, second, third and so on. അതായത് ആദ്യം ഇതാണ്, രണ്ടാമത് വേറൊന്ന്, അങ്ങനെ ഓർഡർ ചെയ്യാണ് കൺസ്യൂമർ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ ചെയ്യുന്നത്. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി വേഴ്സസ് കാർഡിനൽ യൂട്ടിലിറ്റി. നെക്സ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഇസ് ദ അഡീഷണൽ ഓർ എക്സ്ട്രാ യൂട്ടിലിറ്റി ഗെയിൻഡ് ബൈ കൺസ്യൂമിങ് 1 more യൂണിറ്റ് ഓഫ് ദ ഗുഡ്. അതായത് കൺസ്യൂമർ ഇപ്പോൾ ഓൾറെഡി കുറച്ച് യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1 more യൂണിറ്റ് ഓഫ് ദ ഗുഡ്, ഒരു യൂണിറ്റ് കൂടി കൺസ്യൂം ചെയ്തു. അപ്പോൾ ആ ഒറ്റൊരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു യൂട്ടിലിറ്റിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാ യൂട്ടിലിറ്റി ഗെയിൻഡ് ബൈ കൺസ്യൂമിങ് 1 more യൂണിറ്റ് ഓഫ് ദ ഗുഡ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ്സ് കൺസ്യൂംഡ്. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ച്, അതെ ഒരു 1 more യൂണിറ്റ് ഓഫ് ദ ഗുഡ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനലിന്റെ കാര്യമാകുമ്പോൾ അത് എന്തായിക്കോട്ടെ, മാർജിനൽ കോസ്റ്റ് ആയിക്കോട്ടെ, മാർജിനൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, യൂട്ടിലിറ്റി ആയിക്കോട്ടെ, മാർജിനൽ ആണെങ്കിൽ അതെപ്പോഴും ശ്രദ്ധിക്കുക, ചേഞ്ച് ഇൻ ടോട്ടൽ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് MU ഈസ് ഈക്വൽ ടു ഡെൽറ്റ TU ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q എന്ന ഒരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എ ഗിവൺ ക്വാണ്ടിറ്റി ഈസ് എ സം ഓഫ് ഓൾ മാർജിനൽ യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ദ കൺസംപ്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. അതായത് ഓൾറെഡി ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ മാത്രം കിട്ടിയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി, ലെവൽ ഓഫ് യൂട്ടിലിറ്റിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഓരോ യൂണിറ്റ് കൂട്ടിക്കഴിഞ്ഞപ്പോഴും കിട്ടിയതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും അങ്ങനെ എല്ലാ യൂണിറ്റും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് MUയും TUയും ഒക്കെ നമുക്ക് ഈ ഒരു ടാബിളിൽ നിന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ MU ആണ് കൊടുത്തിട്ടുള്ളത്, മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്.
ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പം അയാൾക്ക് 55 ഈ യൂട്ടിലിറ്റി കിട്ടിയത്, ആ ഒന്നാമത്തെ യൂണിറ്റിന് മാത്രം. അപ്പോൾ അവിടെ വേറെ യൂണിറ്റ് ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കിട്ടിയതായിരിക്കും അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റിയും. അതാണ് 55 ഇവിടെയും കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് കൂടി അയാൾ കൺസ്യൂം ചെയ്തപ്പം അയാളുടെ 50 രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒന്നാമത്തെ യൂണിറ്റ് ഓൾറെഡി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും TU, ടോട്ടൽ യൂട്ടിലിറ്റി. അതാണ് ഇവിടെ 105 കൊടുത്തിട്ടുള്ളത്. അതായത് 55 + 50 = 105 അങ്ങനെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. തേർഡ് യൂണിറ്റും ഫോർത്ത് യൂണിറ്റും ഒക്കെ ഇതേ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. മാർജിനൽ യൂട്ടിലിറ്റിയും അതിൽ നിന്ന് ഈ ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ മാത്രം കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റിയാണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. TU എന്ന് പറയുമ്പോൾ അതുവരെ നമ്മൾ കൺസ്യൂം ചെയ്തത് എത്രയാണോ അതെല്ലാതും പാടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും TU എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിലും ഇതൊന്ന് മാത്തമാറ്റിക്കലി നമുക്ക് നോക്കാം. MU = ΔTU / ΔQ. ചേഞ്ച് ഇൻ ടോട്ടൽ ആയിരിക്കും, ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂംഡ്. ഓക്കെ, അത് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തേർഡ് യൂണിറ്റ്സ് നോക്കാം. മൂന്നാമത്തെ യൂണിറ്റ് അയാൾ കൺസ്യൂം ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയത് 45 മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ 150 ആണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് മാത്രം നോക്കാം. TU ചേഞ്ച് ചെയ്ത് നോക്കാം. 105 നിന്നും 150 ആയിട്ടാണ് മാറിയിട്ടുള്ളത്. 105 രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴുള്ള ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. അപ്പം അതിന്ന് 150 ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പം ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി അത് 45 ആണ്, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ളത് 2 ഉള്ളത് 3 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് മാത്രമാണ് അവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് 1 എന്നിട്ട് കൊടുക്കാം. ഈസ് ഈക്വൽ ടു 45. MU എങ്ങനെയാണ് കാണാമെന്ന് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ MU എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി വെൻ 1 more യൂണിറ്റ് ഓഫ് ദ ഗുഡ് ഈസ് കൺസ്യൂംഡ്. അത്രേ ഉള്ളൂ. MU TU നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അതിലോട്ടാണ് പോകുന്നത്. എന്തൊക്കെയാണ് അസംഷൻസ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ നോക്കാം. റാഷണാലിറ്റി. The consumer is rational. The objective of the consumer is the maximization of his utility subject to his limited income. അതായത് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കൺസ്യൂമറാണ്. ലിമിറ്റഡ് ഇൻകം, അദ്ദേഹത്തിന് ഓൾറെഡി ഉള്ള ഒരു ഇൻകത്തിന്റെ ലിമിറ്റിൽ വെച്ചിട്ടാണല്ലോ അദ്ദേഹം കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ ലിമിറ്റിൽ നിന്നും മാക്സിമം അദ്ദേഹത്തിന് യൂട്ടിലിറ്റി കിട്ടണം. അതാണ് ഓരോ കൺസ്യൂമറും വിചാരിച്ചുകൊണ്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കൺസ്യൂമേഴ്സും റാഷണൽ ആയിരിക്കും. അതാണ് റാഷണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കാർഡിനൽ യൂട്ടിലിറ്റിയാണ്. ദ യൂട്ടിലിറ്റി ഓഫ് ഈച്ച് കമ്മോഡിറ്റി ഈസ് കാർഡിനലി മെഷറബിൾ. എ കൺസ്യൂമർ കുഡ് അസൈൻ എ കാർഡിനൽ നമ്പർ ടു ഈച്ച് കമ്മോഡിറ്റി. ദ നമ്പേഴ്സ് 1, 2, 3 ആൻഡ് സോ ഓൺ ആർ കാർഡിനൽ നമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കാർഡിനലി നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ള ഒരു അസംഷൻ കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കുറച്ച് പേർക്കൊക്കെ ഡൗട്ടായിട്ട് തോന്നുന്ന ഒരു അസംഷനാണ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ്. യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് എ കമ്മോഡിറ്റി ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മണി. അതായത് നമ്മൾ സാധാരണ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് കൺസ്യൂം ചെയ്തപ്പോൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി അളക്കുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണിയാണ്. ഇൻ ടേംസ് ഓഫ് മണി, അതായത് ക്യാഷിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് അസ്യൂംഡ് കോൺസ്റ്റന്റ്. MU ഓഫ് മണി കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് MU ഓഫ് മണി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 രൂപ ഒരാൾക്ക് ഓൾറെഡി 1000 രൂപയാണ് അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് വിചാരിക്കുക. അപ്പോൾ 100 രൂപയാണ് അദ്ദേഹം കൺസ്യൂം ചെയ്യുന്നത് ഉദ്ദേശിച്ചെങ്കിൽ അദ്ദേഹത്തിന് 100 രൂപയിൽ ഉണ്ടായിട്ടുള്ള ആ സാറ്റിസ്ഫാക്ഷനും പിന്നെ അദ്ദേഹത്തിന് ഇൻകം വർദ്ധിച്ചിട്ട് ഒരു 10,000 രൂപയായെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് 100 രൂപ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനും ഒരേ രൂപത്തിലായിരിക്കും. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ മണി ഈസ് കോൺസ്റ്റന്റ് എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിലെ അപ്രോച്ചിലെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 10,000 രൂപ ഉണ്ടായിരുന്നപ്പോഴും 1000 രൂപ ഉണ്ടായിരുന്നപ്പോഴും 100 രൂപയിൽ നിന്ന് ഒരേ ലെവൽ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മണി എന്ന് പറയുന്നതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ്.
If the marginal utility of money changes as income changes, then the money cannot be used as a standard of measure of utility. അതായത് 10,000 രൂപയായപ്പോഴും 1000 രൂപയായപ്പോഴും ഒക്കെ വേറെ വേറെ യൂട്ടിലിറ്റിയാണ് 100 രൂപയിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ നമുക്ക് ക്യാഷിനെ ഒരു മെഷർ ഓഫ് യൂട്ടിലിറ്റി, സ്റ്റാൻഡേർഡ് ഓഫ് മെഷർ ഓഫ് യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിലെ അസംഷന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 4ാമത്തെ അസംഷനിലോട്ട് പോവാണ്. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. The consumer satisfaction increases in accordance with the law of diminishing marginal utility. According to this law, marginal utility of a commodity diminishes as the number of units consumed increases. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമിനിഷസ്. കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ യൂണിറ്റിൽ നിന്നും കിട്ടുന്നത് യൂട്ടിലിറ്റിയാണല്ലോ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MU കുറഞ്ഞു വരും എന്നാണ് ഈ ലോ പറയുന്നത്. നമ്മൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഒറിജിനലായിട്ട് കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ കൂടുതലായിട്ടൊരു ഗുഡ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഡീഷണൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ടല്ലോ, അത് പോകെ അതിന്റെ MU കുറഞ്ഞു വരും. അതാണ് MU ഡിമിനിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, 5ാമത്തെ അസംഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് അഡിറ്റീവ്. ദ ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം എ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി ഈസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ്. Thus, the additivity implies that the utility of different commodities in the consumer basket are independent. അതായത് ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ സം ഓഫ് യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റി. ഇൻഡിവിജ്വൽ കമ്മോഡിറ്റിയിൽ നിന്നുള്ള യൂട്ടിലിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി, അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നു. അത് അഡിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് additivity implies that utility of different commodities in the consumer basket are independent. അത് ഇൻഡിപെൻഡന്റ് ആണ്. ഒരു യൂട്ടിലിറ്റി ഓഫ് വൺ കമ്മോഡിറ്റി ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ അതർ കമ്മോഡിറ്റി. അതായത് ഇന്റർ ഡിപ്പെൻഡന്റ് അല്ല എന്നാണ് പറയുന്നത്. ഓരോ കമ്മോഡിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി ആ കമ്മോഡിറ്റിയുടെ മാത്രം ഫംഗ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് പറയാം. ഇൻഡിപെൻഡൻസ് ഓഫ് യൂട്ടിലിറ്റി. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണ് യൂട്ടിലിറ്റി എന്ന് പറയാം, നോട്ട് ഇന്റർ ഡിപ്പെൻഡന്റ്. ഓക്കെ, അതാണ് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ്. ഇനി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വിശദമായിട്ട് പറയാനുള്ളത്. അതിനെ നമ്മൾ ഗോസെൻസ് ഫസ്റ്റ് ലോ എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗോസെൻസ് ഫസ്റ്റ് ലോ. ആൽഫ്രഡ് മാർഷലിന്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിത് തന്നെ ഉപയോഗിക്കണമെന്നില്ല, സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള പറയാണ്. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എ പോയിന്റ് ഈസ് റീച്ച്ഡ് വെർ കൺസ്യൂമിംഗ് അഡീഷണൽ യൂണിറ്റ് വുഡ് ഇൻക്രീസ് ദ ടോട്ടൽ യൂട്ടിലിറ്റി ബട്ട് എ ഡിക്രീസിംഗ് റേറ്റ് ആസ് മാർജിനൽ യൂട്ടിലിറ്റി ബിഗിൻസ് ടു ഡിക്ലൈൻ. അതായത് ഒരു കമ്മോഡിറ്റിയുടെ കൂടുതൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി നമ്മൾ ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. A point is reached where consuming additional unit would increase the total utility but at a decreasing rate. അതായത് കൂടുതൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നുണ്ട്, പക്ഷെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ്, വളരെ വലിയ തോതിൽ അല്ലാതെ കൂടുന്നത്. അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നത്. കാരണം എന്താ ചോദിച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നുണ്ട് ബട്ട് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. അതായത് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, അഡീഷണൽ യൂണിറ്റ് ഓഫ് കൺസംഷൻ കുഡ് റിസൾട്ട് ഇൻ ദ സ്മോളർ ആൻഡ് സ്മോളർ അഡീഷണൽ യൂണിറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് അഡീഷണൽ യൂണിറ്റ് വെൻ എ പേഴ്സൺ ഗോസ് ഓൺ കൺസ്യൂമിംഗ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി,
then the marginal utility derived from the additional unit of the commodity will successively smaller. അതായത് സ്മോൾ ആയിട്ട് mu കുറഞ്ഞുകൊണ്ടേ വരും. അതിനാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതല്ലെങ്കിൽ ഗൊസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ദി കമ്മോഡിറ്റി കൺസ്യൂംഡ് ആർ ഹോമോജീനിയസ്. അതായത് നമ്മൾ ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ യൂണിറ്റ്സും ഐഡന്റിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റീസ് ഒരുപോലെ ആയിരിക്കും. അത് ഹോമോജീനിയസ് ആണെന്നാണ് അതിന് പറയുന്നത്, ഒരേപോലെ ആവുന്നത് എന്നാണ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, there is no time interval between the consumption of the successive unit. ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടല്ല കൺസ്യൂമർ അത് രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത്. അത് നോ ടൈം ഇന്റർവെൽ, അതായത് ഒരു ടൈം ഇന്റർവെൽ ഇല്ലാതെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റന്റ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഈസ് കോൺസ്റ്റന്റ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ടാബിൽ നിന്ന് മനസ്സിലാക്കാം. 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂമഡ് ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ യൂണിറ്റ് വീതം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റിയിലേക്ക് സംഭവിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം mu 10 ആയിരുന്നു, 10, 8, 8 6 6 2 അങ്ങനെ 6 4 4 2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് ഇവിടെ 0 ആയതിനു ശേഷം -2 മാറിയിട്ടുണ്ട്. കുറഞ്ഞു വരികയാണ് എന്നാണല്ലോ നമ്മൾ ഗോസൻസിന്റെ ഫസ്റ്റ് ലോ പറയുന്നത്, അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും, അതിൽ നിന്ന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, പക്ഷേ അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. അതിന്റെ തോത് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. 10 ഉള്ളത് 18 ആവുന്നു, 18 ഉള്ളത് 24 ആവുന്നു, 24 ഉള്ളത് 28 ആവുന്നു, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അതിന്റെ തോത് കുറയുന്നുണ്ട്. ഇവിടെ 8 വ്യത്യാസം വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 18 ഉള്ളത് 24 ആയപ്പോൾ 6 യൂട്ടിൽസ് ആണ് വ്യത്യാസം വന്നിട്ടുള്ളത്. 24 ഉള്ളത് 28 ആയപ്പോൾ 4 മാത്രമാണ്. അപ്പം അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ തോതിലായിരിക്കും. അപ്പം നമുക്കിനി ഇതിൽ ജസ്റ്റ് ഒരു കാര്യം കൂടെ നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്നത് സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആണ്, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി 30 ആയിട്ട് നിൽക്കുകയാണ്. ഇനി mu 0യിൽ നിന്നും പോയിട്ട് മൈനസ് ആവുകയാണ്, നെഗറ്റീവ് ആവുന്ന ഒരു സമയം വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ടോട്ടൽ യൂട്ടിലിറ്റി ഫാൾ ചെയ്യാൻ തുടങ്ങും. 30 എന്നുള്ളത് ഹയസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടി ഇവിടെ കുറയാൻ തുടങ്ങുകയാണ്. ഏത് സമയത്താണ് നോക്കുക, mu നെഗറ്റീവ് ആവുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി ഫാൾ ചെയ്യാൻ തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടാബിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മളെ ടിയും എമ്മും നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിന് മുമ്പായിട്ടൊരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ ആദ്യം കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്ന് പറയുന്നുണ്ട്. അത് ഉദാഹരണത്തിൽ അവിടെ ജസ്റ്റ് ഇതിനു മുമ്പ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടിയും എമ്മും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. ടിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആദ്യം നമ്മൾ കൂടിക്കൊണ്ടിരിക്കും. എമ്മു അതിനനുസരിച്ച് എമ്മുവിന്റെ കാര്യം നോക്കാം. ആദ്യം എമ്മു എന്ന് പറയുന്നത് ജസ്റ്റ് ഓൾറെഡി ആദ്യം കുറെ ഹൈയിലാണ് നിൽക്കുന്നത്. അത് കുറഞ്ഞു വന്ന് പിന്നെ 0 ആവുന്നുണ്ട്. 0ന്നും പോയിട്ട് നെഗറ്റീവും ആവുന്നുണ്ട്. എമ്മുവിന്റെ കാര്യമാണ്. എമ്മു ആണ് ഇവിടെ y ആക്സിസിൽ നോക്കുന്നത്, ഇവിടെ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം എമ്മു എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത് 0യിലെത്തി 0വും കിടന്ന് നെഗറ്റീവ് ആവുന്നുണ്ട്. അതേസമയം ടിയു എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റിയാണ്, y ആക്സിസിൽ x ആക്സിസിൽ ക്വാണ്ടിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടിയു എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടിയു ഇൻക്രീസ് ചെയ്ത് മാക്സിമം ലെവൽ റീച്ച് ചെയ്യുന്നുണ്ട്. അതിനാണ് നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ സ്ലോപ്പ് പോയിന്റ് ആണ്, അവിടെ സ്ലോപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയതിനു ശേഷം ടിയു ഫോൾ ചെയ്യാൻ പോവാണ്. ഫോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം mu മൈനസ് ആണ് അവിടെ.
MU എപ്പോഴാണോ നെഗറ്റീവ് ആവുന്നത് ആ സമയത്താണ് TU ഫോൾ ചെയ്യാൻ തുടങ്ങുന്നത്. MU എപ്പോഴാണോ 0 ആ സമയത്ത് TU ഹയസ്റ്റ് ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, വൺസ് മോർ TU നെഗറ്റീവ് MU നെഗറ്റീവ് ആവുന്ന സമയത്തായിരിക്കും TU ഫോൾ ചെയ്യുന്നത്. MU 0 TU മാക്സിമം ലെവലിൽ നിൽക്കുന്നത്. ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഈ പാരഗ്രാഫിൽ എന്താണ് ആ ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ എബോവ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TU ആൻഡ് MU. ലോവർ പാർട്ട് ഓഫ് ദ ഫിഗർ ഷോസ് ദ പ്രിൻസിപ്പൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, MU എന്ന് പറയുന്നത് ദ മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി ഹയസ്റ്റ് ലെവലിലാവുന്ന സമയത്ത് MU 0 ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് അവിടെ ഇല്ല. ഓക്കെ, MU is the positive as long as the utility is increasing. MU എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും എപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് MU പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് ഇറ്റ്സ് പീക്ക്, അതായത് സാച്ചുറേഷൻ പോയിന്റ് വേർ ഇറ്റ്സ് സ്ലോപ്പ് ഈസ് 0. MU ഇവിടെ നമ്മൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ യൂട്ടിലിറ്റി കർവിന്റെ സ്ലോപ്പാണ് MUന്റെ കർവ് എന്ന് പറയുന്നത്. അപ്പം MU എപ്പോഴാണ് 0 എപ്പോഴാണ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പോൾ ആ പോയിന്റിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് ഇറ്റ്സ് പീക്ക്, എപ്പോഴാണോ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ച് ചെയ്യുന്നത്, പീക്കിൽ റീച്ച് ചെയ്യുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി 0, ആ സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കും. when total utility is declining, MU is negative. ഓക്കെ, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ദ ലോ ആണ്. അത് നമുക്ക് അത്യാവശ്യം പറയാനുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.